എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പൊന്നോണാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഓണത്തിന് അണിയാൻ പറ്റിയ അടിപൊളി ജ്വല്ലറി മേക്കിംഗ് ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ക്ഷമയോടെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്വല്ലറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ എന്താ ഒരു കേക്ക് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മോൾഡിൽ വെച്ചിട്ടാണ് നമ്മൾ ജ്വല്ലറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഈ സിലിക്കൺ മോൾഡ് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഫേസിൻ്റെ ഷേപ്പ് കിട്ടുന്ന സിലിക്കൺ മോൾഡാണ്. അതിലേക്ക് പൗഡർ ഡസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മോൾഡിഡ് ക്ലേ വെച്ചെടുക്കുമ്പോൾ ഒട്ടാതെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പൗഡർ ഡസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഫേസ് മതി, കാരണം ലോക്കറ്റ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വലുതായിട്ടുള്ള ഫേസൊന്നും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ കുഞ്ഞ് ഫേസിലേക്കാണ് ഞാൻ മോൾഡിഡ് ക്ലേ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ ഷേപ്പ് കിട്ടിയ ശേഷം പുറത്തേക്ക് എടുത്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ഫേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസിന് കുറച്ച് നീളം ഉള്ള ഫേസ് പോലെയാണ്. നമ്മുടെ കഥകളി ഫേസൊക്കെ വരുമ്പം കുറച്ച് ബബ്ലി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിനൊന്ന് ആ കവിൾ ഭാഗം ഒന്ന് ബബ്ലി ആക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അത് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ കിരീടത്തിന് വേണ്ട ഒരു ബേസ് ശരിയാക്കാനായിട്ട് മോൾഡിഡ് ക്ലേ നല്ലപോലെ പരത്തി റൗണ്ട് ഷേപ്പായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കുഞ്ഞു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൊളുത്ത് ഫിറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ആ ഫേസ് ആ ബേസിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അതൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് ആ താടിയുടെ ഭാഗം ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. അത് രണ്ട് സൈഡിലേക്ക് ഒരു ചെവി പോലെ അങ്ങനെ ഒരു സംഭവമല്ലേ, അത് ചെയ്തെടുക്കുകയാണ്. അതെ, അതും ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഒരു കിരീടത്തിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് റിങ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കാണും. ഞാനിത് ഒരു പിക്ചർ നോക്കി ആ ഒരു ഡീറ്റെയിലിങ് കൊടുക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ അതിനകത്ത് വരുന്ന ഡിസൈനൊക്കെ നമ്മൾ പതുക്കെ എന്തെങ്കിലും ടൂൾസൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു പെന്ന് വെച്ചിട്ടാണ് ആ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു സൈഡിൽ വെക്കാനായിട്ട് 4 റിങ് പോലെയാണ് വേണ്ടത്. 2 വലുതും 2 ചെറുതും. ഓക്കെ, അത് വെച്ച് നമ്മളവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ വെച്ച് തന്നെ സ്റ്റിക്ക് ചെയ്യണം. പിന്നെ ഇടയിൽ ചെയ്യാനുള്ള, അതായത് ഈ മാലയുടെ ഇടയിൽ കൊടുക്കാനുള്ള ബീഡ്സ് പോലെയും നമ്മൾ മോൾഡിഡ് ക്ലേ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹോൾ ഇട്ട് കൊടുക്കുന്നതാണ്, ഞാൻ ആ കമ്പി വെച്ചിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കിരീടത്തിൽ ഡിസൈൻ ചെയ്യാനായിട്ട് മോൾഡിഡ് ക്ലേ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ത്രെഡ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. അത് നമുക്ക് കിരീടത്തിലേക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, 2 റിങ് പോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ലോക്കറ്റുകൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ഓണം തീമല്ലേ, അപ്പോൾ നമുക്ക് മാക്സിമം ഓണത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു പൂക്കളത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തി 2 ലോക്കറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സദ്യ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓണസദ്യയിലെ ലീഫാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഴയിലയുടെ ഡിസൈൻ കിട്ടാനായിട്ട് കമ്പി ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് മോൾഡിഡ് ക്ലേയിൽ. വാഴയിലയുടെ ഷേപ്പാക്കിയ ശേഷം ഈ കമ്പി വെച്ചിട്ട് നമ്മൾ വാഴയിലയുടെ ആ ഒരു ഇടയിലുള്ള വരകളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു കമ്പി വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക്, അതായത് ലീഫിനകത്തുള്ള സദ്യയുടെ വട്ടങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ചോറും അതുപോലെ കറികളും പഴവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ക്ലേ വെച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്ന രീതിക്ക് ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി കളർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ലീഫും ഇതുപോലെ തന്നെ ഞാൻ 2 ചെയ്തെടുക്കുന്നുണ്ട്. അതായത് 2 സൈഡിൽ വെക്കാനായിട്ട് എല്ലാം ഐറ്റംസ്, കഥകളിയുടെ ഫേസ് ഒഴികെ ബാക്കി എല്ലാം നമ്മൾ 2 വെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ പഴവും നമ്മൾ ആ സൈഡിൽ വാഴയിലയുടെ സൈഡിലായിട്ട് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറികളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി ഇതാ നമുക്ക് വേണ്ടത് കുറച്ച് ഹുക്സും അതുപോലെ സ്റ്റഡ് ബേസൊക്കെയാണ്. അപ്പോൾ സ്റ്റഡ് നമ്മൾ പൂക്കളത്തിൻ്റെ പോലെയും അതുപോലെ തന്നെ ഒരു ജിംക്കയും കൂടിയാണ് നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ സെറ്റ് കംപ്ലീറ്റ് ആവുന്നത്, ജ്വല്ലറി സെറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റഡ് ബേസും ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലെല്ലാം ചെയ്ത ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, സ്റ്റഡ് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ജിംക്ക ആഡ് ചെയ്യാൻ പോവുകയാണ്. ജിംക്ക ചെയ്യാനായിട്ട് നമുക്ക് ജിംക്ക ബേസും വേണം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഹുക്ക്. ഇത് കണ്ടോ, ഒരു പാക്കറ്റിൽ നമുക്ക് കുറേ കിട്ടും. അത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഈ ഹുക്ക് ഉണ്ടെങ്കിലാണ് നമുക്കിങ്ങനെ ഓരോന്ന് കോർത്തിടാനൊക്കെ പറ്റുക.
അപ്പോൾ ദേ ഇപ്പം ഞാൻ എടുത്തേക്കുന്നതാണ് ജിംക ബേസ്. ഈ ബേസിൻ്റെ മുകളിലേക്ക് നമ്മൾ മോൾഡിറ്റ് വെച്ച് നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കുവാണ്. കണ്ടോ? ഇനി നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മോൾഡിറ്റിലെ വെച്ചിട്ട് ഒന്ന് ത്രെഡ് പോലെ ആക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ ജിംക വേണോ അതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ത്രെഡിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഇങ്ങനെ വര പോലെ കൊടുക്കാനായിട്ട് ഞാൻ പേപ്പർ നൈഫാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കുറച്ച് കുഞ്ഞു ബീഡ്സ് പോലെ നമ്മൾ മോൾഡിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ജിംകയുടെ താഴെയൊക്കെ കുറേ മുത്തുകൾ തൂങ്ങി കിടക്കൂലേ, അതുപോലത്തെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ബീഡ്സ് കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 3D കോൺ ഔട്ട്ലൈനർ വെച്ചിട്ടാണ് പൂക്കളതും ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് പോലെ പല കളർ 3D ലൈനർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. കണ്ടോ? മാച്ചിങ് ആയിട്ടുള്ള പല കളേഴ്സ് വെച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക പൂക്കളത്തിൻ്റെതായൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സദ്യ കളർ ചെയ്യാം. അതിനായിട്ട് ഇതേ ചോറിൻ്റെ കളർ നമുക്ക് ഓൾറെഡി അറിയാം, വൈറ്റ് ആണ്. അപ്പോൾ അതേ വൈറ്റ് 3D ലൈനർ വെച്ചിട്ട് ഞാൻ അതിനകത്ത് ഡോട്ട്സ് പോലെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതേ പഴം നമ്മൾ കളർ ചെയ്യാനായിട്ട് നമ്മൾ യെല്ലോ ഓക്കറും അതുപോലെ തന്നെ ബേൺ സിയന കളറും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പഴം ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ കുറേ കറികളുടെയൊക്കെ കളേഴ്സ് പല രീതിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ലീഫ് കളർ ചെയ്യാനായിട്ട് സാപ്പ് ഗ്രീനും യെല്ലോ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു കളർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഥകളിയുടെ ഫേസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ഡീറ്റെയിലിങ്ങും ഞാനിങ്ങനെ നോക്കി ചെയ്യുന്നുണ്ട്. കണ്ണും മൂക്കും അതുപോലെ ചുണ്ടൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ ഒരു പിക്ചർ നോക്കിയിട്ടാണ് ഞാനിതുപോലെ ഡീറ്റെയിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി കളേഴ്സ് എല്ലാം നമുക്ക് അതുപോലെ കൊടുത്ത് ആ കഥകളി ഫിനിഷ് ചെയ്യാം. 3D ലൈനേഴ്സും അതുപോലെ തന്നെ ആക്രിലിക് കളേഴ്സും വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു മാല കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ആ ഹുക്സൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം ജ്വല്ലറി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കൊക്കെ ഒത്തിരി ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ജ്വല്ലറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല എൻ്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾ തന്നെ നോക്കി പ്രസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണം ആശംസിക്കുന്നു. സ്റ്റേ സേഫ്.